മൈദയും വെണ്ണയും പാലും ചേർക്കാത്ത നല്ല പെർഫെക്റ്റ്ലി കോട്ടഡ് ആയിട്ടുള്ള പാസ്ത. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് കഴിച്ചാല് നിങ്ങൾക്ക് ഹെവിനെസ് തോന്നുകയില്ല. നമസ്തേ, ഞാൻ ധന്യ. ഇത് വെജ് കേരള. എല്ലാവർക്കും വെജ് കേരളയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്കും കമന്റും പിന്നെ ഒരു ഹൈപ്പും കൂടെ തരാൻ മറക്കല്ലേ. ഈ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് റവ കൊണ്ടുണ്ടാക്കിയ ഫ്യൂസിലി പാസ്ത വെറൈറ്റിയാണ്. ഏത് വെറൈറ്റി വേണമെങ്കിലും എടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇതൊരു 3 കപ്പ് എടുത്തിട്ടുണ്ട്. 3 പേർക്ക് വേണ്ടി 3 കപ്പ്. ആദ്യം തന്നെ നമുക്ക് പാസ്ത വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു 3 ലിറ്റർ പാത്രത്തിൽ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പൊടിക്കൊന്ന് എക്സ്ട്രാ ആയി നിൽക്കുന്ന വിധത്തിൽ, എന്നാലേ നമുക്ക് പാസ്തയിലേക്ക് കറക്റ്റ് ഉപ്പ് പിടിച്ച് കിട്ടുള്ളൂ. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ചേർത്ത്, വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്തത്. വെള്ളം തിളയ്ക്കുമ്പോൾ പാസ്തയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അത് വേവാൻ വേണ്ടി വിട്ടേക്കാം നമുക്ക്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ വേവിക്കാൻ വെക്കാം. ഞാനൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതിന്റെ കണ്ണിന്റെ പാർട്ടൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു വലിയ വല്ലുള്ളിയും കൂടെ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ഒരു കുക്കറിനകത്തേക്ക് ചേർത്തിട്ട് അതിന്റെ കൂടെ ഒരു 100 ml വെള്ളവും കൂടി ചേർത്തിട്ട് വേവിക്കാൻ വെക്കാം. ഒരു 3-4 വിസില് കൊടുത്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പാസ്ത ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേവ് എന്ന് പറഞ്ഞാൽ ഒരു 80% മാത്രമേ വേവാവുള്ളൂ കേട്ടോ. 80% വെന്ത് കഴിഞ്ഞാൽ ഒരു ചെറിയ കടിപ്പുണ്ടാവും. ആ ഒരു പാകത്തിന് വേണം നമുക്ക് എടുക്കാൻ. ഇത് സ്റ്റേജ് ആയിട്ടുണ്ട്. നമുക്കിത് വാർത്തെടുക്കാം. പാസ്ത വേവിച്ച വെള്ളം കളയണ്ട കേട്ടോ. വേണമെങ്കിൽ നമുക്ക് സോസ് തിക്കൻ ചെയ്യാൻ, കട്ടി കൂട്ടാൻ വേണ്ടി എടുക്കാം. കണ്ടില്ലേ, നല്ല ബൗൺസി ആയിട്ടുള്ള പാസ്ത കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സോസിൽ മിക്സ് ചെയ്യാനാവുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിനായി കിട്ടും. കുക്കിംഗ് നിർത്താൻ വേണ്ടി പച്ചവെള്ളം ഒഴിച്ച് കഴുകേണ്ട ആവശ്യമില്ല. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയും ഉള്ളിയും ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പം തക്കാളിയുടെ സ്കിൻ അങ്ങ് എടുത്തു മാറ്റാം കേട്ടോ. അത് നമുക്ക് ആവശ്യമില്ല. തക്കാളിയുടെ തോലൊക്കെ കളഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കൂൾ ഡൗൺ ആയതിനു ശേഷം ഞാനൊരു വലിയ മിക്സർ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഗ്രൈൻഡ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് കാഷ്യൂ നട്ട്സ് ഒരു 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതായിരുന്നു. അത് ചേർക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പുഴുങ്ങിയെടുത്ത കോണിന്റെ മണികളും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട്സ് പകുതിയാക്കിയത് ഒരു 10 എണ്ണമാണ്. നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇത് വേണമെങ്കിൽ ഒന്ന് നമുക്ക് അരിച്ചെടുക്കുകയും ചെയ്യാം. കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആവും. ഞാനത് ചെയ്യുന്നില്ല. ഇപ്പം പാസ്തയും റെഡിയാണ്, സോസും റെഡിയാണ്. ഇതൊക്കെ കൂടെ ഒരുമിച്ചാക്കണ്ടേ. അതിനുവേണ്ടി ഒരു പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസമാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മൊരിച്ചെടുക്കൊന്നും വേണ്ട, ഒന്ന് പച്ചപ്പൊന്ന് പോയി കിട്ടിയാൽ മതി. ശേഷം ഒരു മീഡിയം സൈസിലുള്ള വല്യുള്ളി പൊടിയായി അരിഞ്ഞത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതും മൊരിച്ചെടുക്കണ്ട, നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയാൽ മതി. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. വെള്ള കൂടുതലുള്ള പച്ചക്കറികൾ ചേർക്കേണ്ടതെന്നേ ഉള്ളൂ കേട്ടോ. ഞാനിവിടെ ചേർക്കുന്നത് ചുമന്ന ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കം, പിന്നെ പുഴുങ്ങിയ കുറച്ച് കോണിന്റെ മണികളും കൂടെ ഒരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചക്കറിയിലേക്ക് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കായി ഞാൻ എടുത്തിട്ടുള്ള മസാലപ്പൊടികൾ കാണിച്ചു തരാം. ചുമന്ന മുളക് പൊടി, കുരുമുളക് പൊടി, ചതച്ച മുളക്, പിന്നെ പിസയ്ക്കും പാസ്തയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന സീസണിങ് ഉണ്ടാവും. അത് ഇപ്പൊ എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ഇതെല്ലാം ഞാൻ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ വെച്ചിട്ടാണ്. ഇതൊക്കെ കൂടെ ഒരുമിച്ച് ചേർത്ത് ഒരു 15 മുതൽ 20 സെക്കൻഡ് നേരം മാത്രം ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ പച്ചക്കറികളുടെ ആ ക്രഞ്ചിനെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്ര നേരം മാത്രം എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ അരച്ചു വെച്ച സോസ്, തക്കാളി ഉള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതില് കോണും കൂടെ അരച്ച് ചേർത്തത് കൊണ്ട് സോസിന് നല്ല തിക്നെസ്സും കിട്ടും.
കൂടെ തന്നെ 2 സ്ലൈസ് ചീസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും, ഓൺലൈനിലും കിട്ടും. ശേഷം അടച്ചു വെച്ച് ഒരു 30 മുതൽ 40 സെക്കൻഡ് വരെ വേവിക്കാം. അടപ്പ് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ചീസ് മാത്രമാണ് നമ്മൾ ഒരു ക്രീമി ആയിട്ടുള്ള കാര്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പാലും ബട്ടറും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒട്ടും ഹെവി ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പാസ്തയിൽ നിങ്ങൾ ചേർക്കുന്നത് ഉപ്പ് ചേർത്തിട്ടുള്ള ചീസാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രം ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ കുക്ക് ചെയ്ത പാസ്ത ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്നത് പെർഫെക്റ്റ്ലി സോസ് കോട്ടഡ് പാസ്തയാണ്. അതായത് സോസ് അധികമല്ല കുറവുമല്ല. ഇനി നമുക്ക് സോസ് കൂടുതൽ ആയിട്ടുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിപ്പറേഷനിൽ കൂടുതൽ തക്കാളിയും ഉള്ളിയും യൂസ് ചെയ്യേണ്ടി വരും. അത്രയേ ഉള്ളൂ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു പ്രിപ്പറേഷനിൽ. ഒരു 30 സെക്കൻഡ് കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ പാസ്ത റെഡിയാണ്. കഴിഞ്ഞില്ല, ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ച് നിലക്കടല പൊടിച്ചതും സ്പ്രിംഗ് ഒനിയനും പിസ്സ സീസണിങ്ങും കുറച്ച് ചതച്ച മുളകും കൂടെ തൂവി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായി. അപ്പൊ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ കേട്ടോ. ഞാൻ ഉറപ്പ് തരുന്നു, സാധാരണ പാസ്ത കഴിക്കും പോലത്തെ ഹെവിനെസ് നിങ്ങൾക്ക് തോന്നില്ല, ഉറപ്പ്. താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.